നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം പുതുപ്പള്ളി ചാലുങ്കൽപ്പടിയിൽ ബുള്ളറ്റ് റോഡിൽ മറിഞ്ഞ് യുവാവ് മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബവും ബന്ധുക്കളും. കുറിച്ചി ഇത്തിത്താനം ചെക്കേപ്പറമ്പിൽ രഘുത്തമന്റെ മകൻ വിഷ്ണുരാജിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചാണ് ബന്ധുക്കൾ രംഗത്തെത്തിയത്. പരുമലയിൽ ജോലി ചെയ്യുന്ന വിഷ്ണുരാജിന്റെ മൃതദേഹം പുതുപ്പള്ളി ഭാഗത്ത് കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രധാന ആരോപണം. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന വിഷ്ണു ഹെൽമറ്റ് ധരിച്ചിരുന്നു. എന്നാൽ വിഷ്ണുവിന്റെ തലക്കേറ്റ മാരകമായ പരിക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുറമെ മുറിവുകളൊന്നും ഇല്ലെങ്കിലും തലയൊട്ടി തകർന്നതിന് കാരണമായ ക്ഷതം ഏറ്റിട്ടുണ്ട്. ഇതാണ് നാട്ടുകാരും ബന്ധുക്കളും ദുരൂഹത ആരോപിക്കുന്നതിന്റെ പ്രധാന കാരണം. പുതുപ്പള്ളി ചലുങ്കപ്പടിയിലെ വളവിലാണ് വിഷ്ണു സഞ്ചരിച്ച ബുള്ളറ്റ് മറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. രാവിലെ നടക്കാനിറങ്ങിയ യാത്രക്കാരാണ് അപകട വിവരം അറിഞ്ഞത്. തുടർന്ന് ഇവർ നടത്തിയ പരിശോധനയിൽ ഓടയ്ക്കുള്ളിൽ നിന്നും വിഷ്ണുരാജിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ വിവരം കോട്ടയം ഈസ്റ്റ് പോലീസിൽ അറിയിച്ചു. പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിഷ്ണുരാജിന്റെ ബുള്ളറ്റിന്റെ പിൻഭാഗത്ത് ക്രാഷ് കാർഡുകൾ ചളുങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മറ്റേതെങ്കിലും വാഹനം ഇടിച്ചതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും വാഹനം ഇടിച്ചാണോ ഇയാൾ ഓടയിൽ വീണതെന്ന് പരിശോധിക്കുമെന്ന് ഈസ്റ്റ് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടവും അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംസ്കാരം ഇന്ന് വീട്ടുവളപ്പിൽ നടക്കും. പരുമല സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ ആശുപത്രി PRO ആയിരുന്നു യുവാവ്. കഴിഞ്ഞ ദിവസം രാത്രി 9 ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു. മറ്റൊരു സംഭവത്തിൽ സ്കൂൾ വാൻ മറിഞ്ഞ് വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കും പരിക്ക്. മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിയാരങ്ങടിയിലെ രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. രാവിലെ വിദ്യാർത്ഥികളുമായി മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോവുകയായിരുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത്. 7 വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കുമാണ് പരിക്കേറ്റതെന്നാണ് റിപ്പോർട്ടുകൾ. 12 വിദ്യാർത്ഥികൾ വാനിൽ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. നിയന്ത്രണം വിട്ട വാൻ 12 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പരിക്കേറ്റവരെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം കണ്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് ഡോക്ടർമാരും പോലീസും നൽകുന്ന സൂചന. റോഡ് കുറച്ച് വീതി കുറവുള്ള ഇടമാണ്. ഓപ്പോസിറ്റ് വന്ന വണ്ടിക്ക് സൈഡ് കൊടുത്തപ്പോൾ സ്കൂൾ വാൻ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വാഹനത്തിൽ 12 കുട്ടികളും ഡ്രൈവറുമായിരുന്നു ഉണ്ടായിരുന്നത്. നാട്ടുകാരൊക്കെ പെട്ടെന്ന് സ്ഥലത്തെത്തി. വണ്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല പരിക്കുണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ പേടിച്ചതുപോലെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് കേട്ടതെന്ന് നാട്ടുകാരിൽ ഒരാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ കുന്നമംഗലത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. മിനി ചാത്തങ്കത്ത് പീടികപ്പറമ്പത്ത് ലിജിത്താണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച ലിജിത്ത് സഞ്ചരിച്ച ബൈക്കിൽ ഓട്ടോ ഇടിച്ചാണ് അപകടം. സാരമായി പരിക്കേറ്റ ലിജിത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.